എന്താ എൻ്റെ കിച്ചുവിൻ്റെ നോക്കി നോക്ക്. ഇപ്പോൾ കിച്ചുവിൻ്റെ പണി ഇതാണ് കേട്ടോ, ഇങ്ങനെ കറക്കൽ തന്നെ. കണ്ടോ കണ്ടോ ഇത് അവൻ്റെ ട്യൂഷൻ ടീച്ചർ ചെയ്തു കൊടുത്തു ആദ്യം സ്കൂൾ പൂട്ടിയ സമയത്ത് കളിക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ആരുടെ നിനക്ക് വെറുതെ തന്നാ? ആ, കൂട്ടുകാരൻ തന്നാത്ര. നോക്കിയൊക്കെ ഇത് ഞാനാക്കുമ്പോൾ വരുന്നില്ല, കിച്ചു ആക്കുമ്പോൾ വരുന്നുണ്ട്. അത് പോയി ഇങ്ങനെ കറക്കും കേട്ടോ. അനിയേട്ടൻ എപ്പോഴും ഇല്ലേ ഈ കറുപ്പ് കളർ ഇടുമ്പോൾ അനിയേട്ടൻ പറയും ഞാനേ കറുത്തിട്ടാണ് കറുപ്പ് കളർ ഇട്ട് എനിക്ക് ചേർച്ചയിലാണ്. അനിയേട്ടൻ നല്ല ചേർച്ചല്ലേ ഈ കറുപ്പ് ബനിയൻ ഇല്ലേ? നന്നായിട്ടുണ്ട്. ഞാൻ ഈ 19 വർഷമായിട്ട് ഞാൻ പറയാൻ തുടങ്ങിയതാണ് കേട്ടോ ഈ കറുപ്പ് എടുക്കേട്ടാന്ന്. അപ്പോൾ ഏട്ടന് ഭയങ്കര മടിയാണ്. എനിക്ക് ഈ കറുപ്പ് ഷർട്ട് അതേപോലെ കറുപ്പ് കരയുള്ള മുണ്ട് കൊടുത്തിട്ട് അങ്ങനെ നിൽക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇതുവരെ സാധിച്ചു തന്നില്ല. ഇത് എന്ത് തോന്നിയാണാവോ അവരവരെ എടുത്ത് അവരവരെ ഇട്ട്. എന്നാലും വേറെ ഏതെങ്കിലും കളർ കറുപ്പ് പത്രമില്ലാവും ആകെ 150 രൂപയല്ലോ. അപ്പം എടുത്ത് നോക്കിയതാ. ഇനിയിപ്പോൾ പോയാലും പറ്റിയില്ല തോന്നി കഴിഞ്ഞാൽ കളയുകയാണെങ്കിൽ 150 രൂപയല്ലേ പോകും. ഇതിപ്പോ എന്തായാലും വീട്ടിലിടാലോ. അതിന് പറ്റായില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാനിടും, എന്താ കിച്ചുട്ടനിടും, ഞങ്ങൾ അങ്ങനെ മാറിയൊക്കെ ഇടും വീഡിയോയില്. കിച്ചുവിന് ഭാഗമായിരിക്കും. എനിക്ക് ഭാഗമാണ് എൻ്റെ ടീഷർട്ട്. പക്ഷെ കുറച്ചൊരു ടൈറ്റ് വരും. എന്നാലും വീട്ടിലൊക്കെ നമുക്ക് ഇടുകയൊക്കെ ചെയ്യാട്ടോ. അപ്പോഴേ ഇന്നലെ മിഞ്ഞാന്നൊക്കെ നമ്മൾ സത്യം പറയുക ഭയങ്കര തിരക്കിലായിരുന്നു. തിരക്ക് പിടിച്ചിട്ടുള്ളത് അതിന്റെ മുമ്പുള്ള വീഡിയോസുകളാണ് കേട്ടോ നിങ്ങളുടെ മുമ്പിലേക്കൊക്കെ വന്നിരുന്നില്ല ഏട്ടാ. ബെൻഡിങ് ആണ്. അതിന്റെ മുമ്പുള്ള വീഡിയോസുകളാണ് വന്നിരുന്നത്. ഇന്ന് ഇത്ര നേരം നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. നമ്മൾ നേരത്തെ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ 2 ദിവസത്തിന് മുമ്പത്തെ എടുത്ത വീഡിയോസൊക്കെയാണ് ഇടുക. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ജീവിതത്തിൽ എന്താ നല്ല സന്തോഷമുള്ള ദിവസങ്ങളാണ് ഈ 2-3 ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പോയിരുന്നത് അല്ലേ. അങ്ങനെ ഒരു കാര്യം നടക്കൊണ്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കാണ്ടൊക്കെ അതിന് പ്രിപ്പയർഡ് ആയി വരുന്നത്. അല്ലെങ്കിൽ ഓരോ തിരക്കിൻ്റെ കൂടെ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഒരുങ്ങാനോ ഒന്ന് റെഡി ആവാനോ ഒന്നിനും പറ്റില്ല. അപ്പോൾ ഇതല്ല ഏറ്റവും വലിയ സന്തോഷം എന്താണെന്നറിയോ, ഏട്ടൻ്റെ താഴെയുള്ള അനിയൻ്റെ കുട്ടിയുടെ ചോറൂണായിരുന്നു കേട്ടോ, നമ്മുടെ സ്വത്തുട്ടൻ്റെ. അത് അമ്പലപ്പുഴ വെച്ചിട്ട് വീഡിയോ കണ്ടിരുന്നല്ലോ. നമ്മൾ സത്യം പറയുക വെച്ചാൽ അമ്പലപ്പുഴ പോകാൻ പറ്റുന്നോ മണ്ണാർശാല പോകാൻ പറ്റുന്നോ ഒന്നും നമ്മൾ വിചാരിച്ചിട്ടേ ഇല്ല. സ്വത്തുട്ടൻ വരണ്ടു വന്നു നമുക്ക് അവിടേക്കൊക്കെ ഒന്ന് പോവാന് അല്ലേ. ബോട്ടിൽ കയറാൻ എന്റെ കിച്ചു മുണ്ടു ഷർട്ട് ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നില്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കിച്ചിട്ട മുണ്ടു ഷർട്ടൊക്കെ ഇട്ടിട്ട് മുണ്ടിന്റെ തലപ്പൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് അച്ഛമ്മയുടെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടാ. അത് എന്തോ ഒരു നന്നായിട്ടുണ്ടായിരുന്നേ. പിന്നെ അമ്മുട്ടിക്കും അച്ചുട്ടി എന്താണ് പുതിയ ഡ്രസ്സ് ഇടാനെന്ന് ചോദിച്ചത്. അമ്മു അച്ചുവും പെങ്ങളുടെ കുട്ടിയും ഒരേപോലത്തെ പുതിയ ഡ്രസ്സ് ഇടാൻ നിന്നതാണ്. ഇവർക്ക് അമ്മോനെ അടിച്ചത് നമ്മൾ വീഡിയോയിൽ കാണിച്ചല്ലോ. അപ്പം അവരിടുകയാണെന്ന് പറഞ്ഞപ്പോൾ ഇനി എന്നാൽ ഇവർ 3 ആളും ഒരേപോലെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ 3 ആളും ഒരേപോലെ എടുത്തതാണ് കേട്ടോ. പിന്നെ വന്നങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഉറക്കം തെളിയാണ്ട് കടക്കന്നെ. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് 1:30 ഉറങ്ങിയിട്ട് 6 മണിക്ക് നീച്ചില്ലേ. അതിന് വന്ന് കിടന്നത് എപ്പോഴാണ്? 4 മണിയാകുമ്പോഴാണ് കിടന്നത്. 4 മണിക്കാണ് കിടന്നത്. ഞങ്ങള് പുലർച്ചെ 3 മണിക്ക് ഞങ്ങള് പോയി. പുലർച്ചെ 3 മണിക്ക് പോയി ഞങ്ങള് കേട്ടോ. 3 മണിക്ക് പോയി ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും 8:30 കഴിഞ്ഞു അല്ലേ. 8:30 അവിടെ എത്തി. അപ്പൊ കുട്ടിക്ക് ചോറ് കൊടുക്കാൻ നേതി ചോറ് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ കാണാനുണ്ട്, എന്ത് ഭംഗിയാലേ. നമ്മള് കാണാത്ത ഭാഗങ്ങളല്ലേ. ഞാൻ ഒരു പ്രാവശ്യം മലയ്ക്ക് വരുന്ന വഴി ആ ക്ഷേത്രത്തിൽ കൂടെ വന്നിട്ടുണ്ടെന്നല്ലോ. പിന്നെ ഇതുവരെ പോയിട്ടുമില്ല. അപ്പോൾ അത് ശരിക്കും കാണാനൊന്നും പറ്റിയിട്ടില്ല. തീരെ വയ്യാത്തൊരു സമയത്ത് കൂടെ പോകുന്നുണ്ട്. ഇന്നാണ് ശരിക്ക് ആസ്വദിച്ച് എല്ലാവരും കൂടെ സന്തോഷമായിട്ട് അത് എല്ലാവരും കൂടെ കൂടെ ഉണ്ടെങ്കിൽ എല്ലാവരും ഉള്ള സമയത്തുള്ളൊരു സന്തോഷം എന്ന് പറയുന്നത്. പക്ഷെ സത്യം പറയുക എന്താ വിഷമം അറിയോ, അവിടുന്ന് ഒരു ഫോട്ടോ എടുത്തില്ല. ഞാൻ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ, ഒരു ഫോട്ടോ എടുക്കുക നമുക്ക് ഇവിടുന്ന്. ഫോട്ടോ എടുക്കും പറഞ്ഞ് ഫോട്ടോ എടുക്കാൻ നിൽക്കുന്ന സമയത്ത് ആരെങ്കിലും 2 ആൾക്കാർ അത് കൂടെ ഫാമിലി ഫോട്ടോസ് നമുക്ക് എല്ലാവരും പാടെ കൂടിയത് കിട്ടിയിരിക്കണത് എപ്പോഴാണെന്നറിയോ, നമ്മുടെ അനിയന്റെ കല്യാണ സമയത്ത്. പക്ഷെ അന്ന് കുറെ കുട്ടികളില്ല. ഹൗസ് വാമിന്റെ സമയത്ത് എടുക്കുകയൊക്കെ ചെയ്തു. പക്ഷെ സ്റ്റുഡിയോക്കാരന് പണി ശരിയാവാണ്ടൊക്കെ കിട്ടിയില്ല. പക്ഷെ അന്നും ഒരാളില്ല, പൂർണ്ണത എത്തിയില്ല. ഇപ്പോഴാണ് പൂർണ്ണത എത്തിയത്. വീഡിയോയിൽ കാണിക്കാൻ എല്ലാരും ഉണ്ട്, ഫോട്ടോസ് ആയിട്ട് കിട്ടിയില്ല കേട്ടോ.
പക്ഷെ അച്ഛൻ്റെ ഒരു കുറവുണ്ട്, അതില്ല എന്ന് പറയില്ല. അച്ഛനും കൂടി ഉണ്ടെങ്കിലാണ് നമ്മുടെ വീടൊരു പൂർണ്ണതയാവുള്ളൂ അത് പറഞ്ഞിട്ടില്ല. അല്ലേ. 3-4 കൊല്ലായില്ലേ. 3-4 വർഷമായി. ഇനിയിപ്പോൾ അച്ഛൻ്റെ ചടങ്ങുകൾ വരുന്നുണ്ട് കേട്ടോ. അത് കുറേ കൂട്ടുകാർ ഞാൻ വീഡിയോയുടെ മുമ്പിൽ എന്നോട് ചോദിച്ചിരുന്നു എപ്പോഴാണ് അമ്പലപ്പുഴ. അല്ല, ഞാൻ അങ്ങനെ പറഞ്ഞത് ഞങ്ങൾ അമ്പലപ്പുഴ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്നാണെന്ന്. കാരണം നമ്മുടെ വീടൊക്കെ അടച്ചു പൂട്ടിയിട്ട് നമുക്ക് വരുന്ന സമയത്ത്, കാരണം ഇവിടുന്ന് അപ്പുറത്തേക്ക് വീടുകളില്ല. പിന്നെ വന്നുവെച്ചാൽ നമ്മുടെ പപ്പു ഒറ്റയ്ക്കേ ഉള്ളൂ, കൂട്ടിലേ ഉള്ളൂ. ഇന്നത്തെ കാലം അറിയാലോ, നമ്മുടെ കയ്യിൽ വീട്ടിലൊന്നുമില്ല കൊണ്ടുപോകാൻ. യൂട്യൂബറിന്റെ കാണിച്ചിട്ട് പിറ്റേ ദിവസം ഫുള്ളും അത് കട്ടും കൊണ്ടുപോയി എന്താ ചെയ്ത്. അതുമാതിരി നമ്മളിവിടെ എല്ലാവരും പാടെ വാതിലടച്ച് പൂട്ടി ദൂരേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര നല്ല പരിപാടിയില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ പുലർച്ചയ്ക്ക് പോയിട്ട് പിറ്റേ ദിവസം നേരം വെളുക്കാരാകുമ്പോഴേ എത്തിയായിരുന്നു. അപ്പോൾ അത്ര സമയം നമ്മളിവിടെ ഇല്ല എന്നുള്ള എല്ലാവർക്കും അറിയാം. പിന്നെ ഇപ്പോൾ തൊട്ട വീട് പണ്ട് തറവാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് മത്സരിച്ചിക്ക് അവർക്ക് എപ്പോഴും നോട്ടം കിട്ടുന്ന. ഇവിടേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി ഇല്ല ഇവിടെ, മത്സരത്തി മകളോടെ കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് നോട്ടം കിട്ടില്ല, എന്താ ഒരു നോട്ടവും കിട്ടില്ല. പിന്നെ അത് ഞാനപ്പോ വീഡിയോയിൽ പറയാം, കുറെ കൂട്ടുകാർ ഇപ്പൊ സങ്കടം പറയുന്നു, ചേച്ചി നിങ്ങള് ആലപ്പുഴ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ, നിങ്ങളോട് മിണ്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പോവാ ഇങ്ങനെയല്ലാതെ നമുക്ക് ഒന്നുകൂടെ പോവാ. കാരണം നമുക്ക് ശരിക്കും അത് തൃപ്തിയായില്ല, ഒന്നുകൂടെ മതിയായില്ല, തൃപ്തിയാവായില്ല. ഇനി ഞങ്ങളെല്ലാവരും പാടെ പറഞ്ഞേക്കണ എങ്ങനെയെന്നറിയോ, നമ്മുടെ ഫാമിലിയിൽ മാത്രം നമ്മളെല്ലാവരും പാടെ അങ്ങനെ പുറത്തേക്ക് പോക്കില്ല കേട്ടോ. ഇനി വണ്ടിയൊക്കെ വിളിച്ച് എല്ലാവരും പാടെ കൂടിയിട്ട് ഇങ്ങനെ എല്ലാവരും പാടെ പൈസ എടുക്കുമ്പോൾ നമുക്കൊരു കുഴപ്പമില്ലല്ലോ, അപ്പം അങ്ങനെ എടുത്ത് നമുക്ക് പോവാന്ന് നമ്മൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഇങ്ങനെ തന്നെയാണ്, ഒരാളുടെ തിരിച്ചു കഴിയുമ്പോഴേക്കും അടുത്ത ആൾക്ക് തിരിച്ചിൽ അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇതിന്റെ തലേ ദിവസം അതിന്റെ പിറ്റേ ദിവസം എനിക്ക് ഈ ചെറിയ വയറുവേദനയും കാര്യങ്ങളും യൂറിൻ മൂത്രത്തെ പഴുപ്പ് കാരണം കെട്ടി കെട്ടിട്ടിരിക്കുന്നു കേട്ടാ. അപ്പൊ ആശുപത്രി പോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പൊ ആ ഒരു എനിക്കൊരു പേടി ഉണ്ടായിരുന്നു ഭഗവാനെ. ഞാൻ മണ്ണാർശാലയ്ക്കൊക്കെ ഭയങ്കര നമുക്ക് അത്രയും പോകണം എന്ന് ആഗ്രഹിച്ച ഒരു സ്ഥലമാണ് അമ്പലപ്പുഴയൊക്കെ. അപ്പൊ അങ്ങനെ പോവാന് പറ്റില്ലേ, എന്തായിരിക്കോ ഏതായിരിക്കോ എന്നുള്ളത് ഭയങ്കര ഇതുണ്ടായിരുന്നു. അപ്പൊ ഡോക്ടറിന്റെ അടുത്ത് പോയപ്പോ ഡോക്ടർ പറഞ്ഞു വെള്ളം നല്ല കുടിച്ച് ആന്റിബയോട്ടിക് ഒക്കെ കഴിച്ചോ. പെൺകുട്ടികളുടെ കാര്യത്തില് ആർക്കാണ് എന്താ മുടക്കം വരുന്നത് പറയാൻ പറ്റില്ലല്ലോ. അച്ചുട്ടിയുടെ കാര്യത്തിലാണ്. കാരണം ഗുളിക കൊടുക്കാനും മരുന്ന് നമുക്ക് കൊടുക്കാനും പറ്റില്ലല്ലോ, അവരുടെ ചെറുപ്രായമല്ലേ. അപ്പം മരുന്ന് കൊടുക്കാനും പറ്റില്ല, കുട്ടികൾക്ക് പോകാൻ പറ്റുമോന്നും അറിയില്ല, ഒന്നും അറിയില്ല. ഏകപ്പാടെ നമ്മളൊരു ടെൻഷൻ അടിച്ചിട്ടുള്ള ഒരു സമയമാണ്. അതിൻ്റെതായ വേറെ ടെൻഷനുകൾ വേറെ, അങ്ങനെയൊക്കെ നമ്മൾ നടക്കുന്നു. പക്ഷെ സത്യം ദൈവം നമ്മളെ കണ്ടറിഞ്ഞ് അനുഗ്രഹിച്ചിട്ടുണ്ട് കേട്ടോ. അതൊരിക്കലും ഇല്ല എന്ന് പറയില്ല, നമ്മുടെ കൂടെ എപ്പോഴും ദൈവം ഉണ്ട്. അതൊരു കാരണം ഇവിടെ നിന്ന് പോകുമ്പോൾ മഴയില്ല, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവര് ഷീല ചേച്ചി പറയാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ മഴ ഉണ്ടായിരുന്നു 6:30 വരെ. പക്ഷെ ഞങ്ങൾ പോയിട്ട് മഴയും പിന്നെ വന്ന സായി മണ്ഡപത്തിൽ വെച്ചിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ വിചാരിച്ചു. അവിടെ ചെന്നപ്പോൾ ചളിയിലൊക്കെ അയ്യോ ഈ വണ്ടിയുടെ ഉള്ളിൽ ഇരുന്നിട്ട് തന്നെ ഭക്ഷണം കഴിക്കേണ്ടി വരുമോ, ഈ പ്ലേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരുന്നെങ്കിലും വൃത്തികേടാവില്ല, ഈ ചെറിയ കുട്ടികളൊക്കെ അല്ലേ. അപ്പൊ അതിനുള്ള ഒരു അവസരം കിട്ടി അവിടെ നമുക്ക് സൗകര്യത്തിന്. ചേച്ചി ഉള്ളതുകൊണ്ട് അതന്നെ ഞാൻ പറഞ്ഞ ആ ചേച്ചി ഏട്ടനും ഇല്ല പറഞ്ഞു വെച്ചാൽ നമുക്ക് ശരിക്കും മണ്ണാർശാലയ്ക്ക് പോകാൻ പറ്റില്ല, ഹരിപ്പാട് പോകാൻ പറ്റില്ല, എവിടേക്കും പോകാൻ പറ്റില്ല. കാരണം അവര് 1 മണി എത്രയെന്നറിയോ എപ്പോൾ പായസത്തിന് ക്യൂ നിൽക്കാൻ തുടങ്ങിയതാണ് കേട്ടാ. ഞങ്ങൾക്ക് 5 ലിറ്റർ പായസം വേണമായിരുന്നു. ഒരാൾക്കാണ് പറഞ്ഞു വെച്ചാൽ അവിടെ അറിയുമല്ലോ, അവിടെയുള്ള ആൾക്കാർക്ക് അറിയണ്ടാവുമല്ലോ അല്ലേ. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ചേച്ചി ഏട്ടനുള്ളതും കൊണ്ടാണ് പായസം കിട്ടിയത് തന്നെ, ഇല്ലെങ്കിൽ അതും ഉണ്ടാവില്ല. നമ്മളവിടെ അങ്ങനെ പ്രസാദം. പക്ഷെ നല്ല ടേസ്റ്റ് ആട്ടോ അമ്പലപ്പുഴ പാൽപ്പായസം അല്ലേ, പായസം തന്നെയാണ് കേട്ടോ അത്. ഞാൻ എപ്പോഴും ഇത് കാണിച്ചു തരാതിരിക്കും, നമ്മളെപ്പോഴും അല്ലേ ഗുരുവായൂർക്ക് പോകണം അല്ലേ. നമ്മുടെ വീട് കയറി താമസം കഴിഞ്ഞിട്ട് ധാര എന്നതാ ഇത് നമ്മളെ ശിവ ചേച്ചി ഏട്ടനും തന്നതാണ് കേട്ടോ. കണ്ടോ ആ ഉരുളി. ശരിക്കും നമുക്ക് ഗുരുവായൂർക്കല്ല കേട്ടോ പോകാൻ യോഗ ഉണ്ടായത്, നമുക്ക് ശരിക്കും അമ്പലപ്പുഴയ്ക്കാണ് പോകാനുണ്ടായത് യോഗ ഉണ്ടായത് കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ദൈവം ഗുരുവായൂർ കൃഷ്ണനാണ്. നമ്മളെന്ത് അപ്പം അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഈ വീട് കയറി കഴിഞ്ഞു വെച്ചാൽ നമ്മൾ പ്രാർത്ഥിക്കലോ, ഈ വീട് കയറി കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിച്ചിരിക്കുന്നത് ഗുരുവായൂർക്കാണ്. ഒരു തുളസിമാല നമ്മളെ കൊണ്ട് എന്താണോ സാധിക്കുന്നത് അതല്ലേ നമ്മൾ കൊടുക്കുക. പക്ഷെ അത് ശരിക്കും അമ്പലപ്പുഴയ്ക്കാണ് കിട്ടിയത് കേട്ടാ ഉണ്ണിക്കണ്ണന്. ഇനി ഉറക്കം തെളിഞ്ഞില്ലേ?
അവിടെ കൊണ്ടേക്കുണ്ണി. അച്ഛൻ്റെ ഉറക്കം തെളിഞ്ഞില്ല. അപ്പോൾ തെളിഞ്ഞില്ല. അപ്പോൾ പിന്നെ നമുക്കില്ലേ ബോട്ട് കയറാൻ തുടങ്ങിയ സമയത്ത് അയ്യോ അവിടെ നിന്നിട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴേ നമുക്ക് ഈ ചളിവെള്ളവും വെള്ളത്തിൻ്റെ ഒരു ജാതിയൊക്കെ സ്മെല്ല് വന്നിട്ട് ഛർദ്ദിക്കാൻ വന്നിട്ട് ഒന്ന് വേഗം പോയാൽ മതി. ഞാൻ പിന്നെ ലാസ്റ്റ് ആയപ്പോൾ പറഞ്ഞു ഇറങ്ങാം നമുക്ക്. ഇത് എന്താ വെച്ചാൽ ഞങ്ങൾ മണ്ണാശാലയിൽ നിന്ന് ഭക്ഷണം കഴിച്ച് അങ്ങോട്ട് ചോറ് കൊടുത്തതൊക്കെ ചിലപ്പോൾ ഈ വെള്ളത്തിൽ തന്നെ ഛർദ്ദിച്ച് ഇറങ്ങുക പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു വണ്ടി പോകാൻ തുടങ്ങിയ മണം ഉണ്ടായില്ല. കുറച്ച് കഴിഞ്ഞ് വണ്ടി പോകാൻ തുടങ്ങിയപ്പോൾ പിന്നെ നല്ല രസം കേട്ടോ. ഞങ്ങളുടെ എന്താ കുറച്ച് നേരം കടപ്പുറത്തെ സ്മെല്ല് എന്താ നല്ലവണ്ണൊക്കെ അറിയാവുന്ന. പക്ഷെ എന്നാലും ഇതിപ്പോ നിങ്ങൾക്ക് പരിചയമില്ലാത്തതുകൊണ്ടാണ്. അവിടെയാണ് വള്ളംകളിയൊക്കെ നടക്കുന്ന സ്ഥലമൊക്കെ കാണിച്ചു തന്നില്ലേ നമുക്ക്. എന്താ ഇവിടെയാണ് വള്ളംകളി. പക്ഷെ നമുക്കില്ലേ സത്യം ആദ്യം കയറുമ്പോൾ പോയിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ അനിയത്തി പറഞ്ഞു നമ്മുടെ ഫാമിലി മൊത്തം ഉണ്ട്, എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു വെച്ചാലില്ലേ ആർക്കും സങ്കടം വേണ്ട, എല്ലാവരും ഉണ്ട്, ഒരാളല്ലാണ്ട് എല്ലാവരും ഉണ്ട് ഇവിടെ. അപ്പൊ അമ്മ പറയണ ഒരാള് കുറയില്ല. അപ്പൊ എന്താ അമ്മൂനോട് പറയണേ, എന്താ അമ്മൂനോട് പറഞ്ഞു മേമ? അപ്പൊ അമ്മ ഒറ്റയ്ക്ക് കരയിൽ കയറി പോയിട്ട് എന്താ ചെയ്യണത് എന്ന് ഞങ്ങൾക്ക് പോകുമ്പോ പേടി. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കത് പേടിയുള്ള ഒരു കാര്യം. അപ്പൊ കായലിൽ പോയിട്ട് നമ്മളിപ്പോ പുഴയിൽ തന്നെ കുളിക്കാൻ പോകുമ്പോ എന്തൊക്കെ നോക്കിട്ട് പേടിച്ചിട്ട് വെള്ളത്തിലോടത്ത് എത്ര ആഴുണ്ടെന്നൊന്നും അറിയില്ല. അപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോ അവള് പറയുമ്പോ നമുക്കൊരു പരിചയമില്ലാത്ത സ്ഥലമല്ലേ. പിന്നെ അത് കഴിഞ്ഞ് സ്പീഡ് ബോട്ട്, അത് പറയാതിരിക്കാൻ പറ്റാത്തൊരു കാര്യം കേട്ടോ. കാരണം അതിലെങ്ങനെ പോയിട്ട് ഇങ്ങനെ മറയുമ്പോ ഫുൾ ചില ആൾക്കാർ ഫുൾ നനയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങളുടെ ഒരാൾക്ക് 300 രൂപയാണ് അതില്ലേ. അപ്പോൾ എന്ത് പറഞ്ഞോന്നറിയോ, വന്നിട്ട് ഞങ്ങളെല്ലാവരും പാടെ കയറുക വെച്ചാൽ കയറിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അയാൾ പറഞ്ഞു ഞങ്ങൾ പേടിയാണ് പറഞ്ഞു. ഫസ്റ്റ് ഞങ്ങൾക്ക് പേടിയാണ്, ഞങ്ങളില്ലാന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു എന്നാൽ ഒരു റൗണ്ട് നിങ്ങളെ ട്രയൽ ഒരു പ്രാവശ്യം നിങ്ങളെ കൊണ്ടേ നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റിയ വെച്ചാൽ നിങ്ങൾ കയറിയാൽ മതി പറഞ്ഞു. ആർക്കെങ്കിലും ധൈര്യം വേണ്ടേ? എന്നോട് കുറേ ഡ്രൈവർ പറഞ്ഞു കേട്ടോ, നമ്മുടെ വണ്ടിയത്തെ ഡ്രൈവർ പറഞ്ഞു ചേച്ചി കയറിക്കോ ചേച്ചി കയറിക്കോ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് പേടിയാണ്, ഞാൻ ഇല്ല. സുകന്യ പറഞ്ഞു വായെടുത്തിമോ പറഞ്ഞു. ഞാൻ പിടിച്ചിട്ട് കേറിക്കോ അങ്ങനെ അങ്ങനെ കേറാൻ കിച്ചൂരും നല്ല ആഗ്രഹമായിരുന്നു. അത് എന്താ നല്ല രസമുണ്ട് കേട്ടോ, നന്നായിട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ നമ്മള് ഇടയ്ക്കൊക്കെ നമ്മളെല്ലാവരും പോകുമ്പോൾ അതൊരു രസം. ഇപ്പം നമ്മൾ കോയമ്പത്തൂർ പോയില്ലേ, 2 വണ്ടിയിലാണ് നമ്മൾ കോയമ്പത്തൂർ പോയി പറഞ്ഞിട്ട് നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മളൊരു ഒക്കെ എല്ലാവരും ഒപ്പമായിരുന്നല്ലോ. അപ്പം നമ്മൾ ഈ ചിരിച്ചിട്ടും പറയാം, നമ്മൾ നമ്മുടേതാ മക്കളുടെ കൂടെ ഇങ്ങനെ കുറച്ചു നേരം സമയം കണ്ടെത്തുമ്പോൾ നമുക്കൊരു സന്തോഷം. അപ്പം നമ്മളെന്നും വീട്ടിലിങ്ങനെ ഇരിക്കല്ലേ. ഞങ്ങൾ ആകെ പോവുക എവിടെയെന്നറിയാം, ഇത്രയും കാലത്തിൻ്റെ ഉള്ളിൽ നമ്മൾ പറശ്ശിനിക്കടവ് ചോറ് കൊടുക്കാൻ, അമ്മുട്ടിയുടെ ചോറൂണ് പറശ്ശിനിക്കടവായിരുന്നു, കണ്ണൻ്റെ ചോറൂണ് പറശ്ശിനിക്കടവായിരുന്നു. അങ്ങനെ പറശ്ശിനിക്കടവ്. പിന്നെ അച്ചുട്ടിക്ക് ഗുരുവായൂരായിരുന്നു. പിന്നെ നമ്മുടെ കിച്ചൂട്ടനായിരുന്നു കേട്ടോ. കൊടുങ്ങല്ലൂർ കൊടുത്തു, ചോറ്റാനിക്കര കൊടുത്തു, പിന്നെ ഗുരുവായൂർ കൊടുത്തു കേട്ടാ, ഗുരുവായൂർ കൊടുത്തു, ശബരിമല കൊടുത്തു. അങ്ങനെ പറഞ്ഞോ അത് അച്ചുവിൻ്റെയും കൊടുത്തെന്ന് പറഞ്ഞാണ്. അച്ചുട്ടിക്കാണ് നമ്മള് ഇവിടെ പത്തീശ്വര അമ്പലത്തിലും കൊടുത്ത് ഗുരുവായൂരിലും കൊടുത്തു. അമ്മൂട്ടിക്ക് നമ്മളെ അനിയേട്ടൻ അമ്മൂനെ ഞാൻ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് തന്നെ ഈ കോഴിക്കോടല്ലേ പണിയെടുത്തിരുന്നത്. അപ്പം അനിയേട്ടൻ പറഞ്ഞിരുന്നു നമുക്ക് പെൺകുട്ടിയാണ് പറഞ്ഞു വെച്ചാൽ അതേ പറഞ്ഞിരുന്നു, പെൺകുട്ടിയാണ് വെച്ചാൽ പറശ്ശിനിക്കടവ് പോയിട്ട് ചോറ് കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം മുത്തപ്പൻ പെൺകുട്ടീനെ തന്നെ തന്നു. അപ്പം നമ്മള് പെൺകുട്ടിക്ക് ചോറ് കൊടുക്കാതിരിക്കാൻ പറ്റൂല കേട്ടാ. അങ്ങനെ ഏട്ടന് പ്രത്യേകിച്ച് പെൺകുട്ടികളെയാണ് കേട്ടോ ഏറ്റവും ഇഷ്ടം. എനിക്കും പെൺകുട്ടികളെ ഇഷ്ടമാണ്, ചെക്കൻകുട്ടികളെ ഇഷ്ടമല്ല എന്നല്ല പറയുന്നത്. പക്ഷെ ഇതിനെ മാത്രമേ നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ എന്താണെന്നറിയോ, കിച്ചു ജനിച്ച് വീണപ്പോ മുതല് ഒരു 1.5 വയസ്സ് കഴിഞ്ഞിട്ട് അവന് ഓരോ അസുഖങ്ങൾ വന്നതുകൊണ്ട് നമുക്കൊരു പേടി. ഇപ്പോഴും അവനെ പുറത്തു കൂടെ വിടുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പേടിയാണ് കേട്ടോ. ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കിച്ചു ദൈവം എനിക്ക് ഗുരുവായൂരപ്പൻ തിരിച്ചു തന്നതാണ് കിച്ചുവിനെ. അപ്പോൾ ഒരു പ്രത്യേക സ്നേഹം ഉണ്ടാവില്ല, ഞാനല്ലേ അനുഭവിച്ചത്. ഇവരൊക്കെ പുറത്ത് നിൽക്കുമ്പോൾ ഒരാൾ കുട്ടീനെ താങ്ങാനും കൂടി ഇല്ലാണ്ട് അന്ന് അന്തം കുന്തം ഒന്നും ഇല്ലാത്തൊരു പ്രായത്തിലേട്ടാ, 10-24 വയസ്സിൽ ഒരന്തവും ഇല്ല ഒരു കുന്തവും ഇല്ലാത്തൊരു സമയത്താണ്. കാരണം ഇന്നൊക്കെ എന്ന് വെച്ചാൽ നമുക്ക്
പേടി. അപ്പോ പേടി ഇപ്പൊ അന്നൊന്നും ഇല്ലായിരുന്നില്ല, പേടിയൊക്കെ അന്നുണ്ട്. അല്ല പക്ഷെ അന്ന് നമ്മൾ അനുഭവിച്ച ആ ഒരു ഇതിലേ അത് നമ്മുടെ മനസ്സ് ഇവനെ ഓരോന്നോരോന്ന് ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നിട്ടേ ഉള്ളൂ. ഇപ്പോഴും കിച്ചു എന്താ എവിടേക്കെങ്കിലും പോവാണ് പറഞ്ഞാൽ ഞാൻ പറയും വേണ്ട കിച്ചിട്ടാ പോണ്ട അങ്ങോട്ട് വായോ പറയും. ഒന്നല്ലെങ്കിൽ കൈ കേട് വരുത്തും, കാല് കേട് വരുത്തും, കാലിൽ മുറി വെക്കും, അല്ലെങ്കിൽ കയ്യിൽ മുറി വെക്കും, എന്തെങ്കിലും അവനെ ആക്കിയിട്ടേ വരുള്ളൂ. പിന്നെ അവന്റെ സൈക്കിൾ ഇട്ടാൻ കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ രണ്ട് കൈയും വിട്ടിട്ട് ചവിട്ടാൻ മര്യാദക്ക് സൈക്കിൾ ഇട്ടാൻ അറിയില്ല. പിന്നെ അവന്റെ അപ്പൊ അങ്ങനെ ഏടാകുടങ്ങളൊക്കെ ഒപ്പിക്കൊണ്ട് സൈക്കിൾ കണ്ടെത്തിച്ചു. പിന്നെ ഇവന്റെ നാള് ചതയാണ് കേട്ടോ, ചതയുള്ള ചതയുള്ള വഴികൾ അവൻ ഉണ്ടാക്കുക. അപ്പൊ ആ ഒരു പേടിയും കൊണ്ട് പെൺകുട്ടികളെ തന്നെ കൂടുതൽ ഇഷ്ടം, ചെക്കന്മാരെയും കൂടുതൽ ഇഷ്ടമാണ് കേട്ടോ. രണ്ടുപേരും കൂടുതൽ ഇഷ്ടമാണ്. എന്റെ രണ്ടും ഇല്ലേ, എന്റെ രണ്ടുപേരും എന്റെ എങ്ങനെ പറയാ ജീവനാണ് പോരെ. പക്ഷെ ഇവിടെ വലുതാവുമ്പോ ഇങ്ങനെ ഇവരിപ്പോ കുറച്ചായിട്ട് ഇപ്പോ പറയാൻ തുടങ്ങി എന്താണെന്നറിയോ, അമ്മ അച്ഛനൊക്കെ പറയാൻ തുടങ്ങും അമ്മയ്ക്ക് കിച്ചുവിനെ ഇഷ്ടം പറയും, കിച്ചു പറയും അമ്മയ്ക്ക് ചേച്ചിമാരെ ഇഷ്ടം എന്ന് പറയും. സത്യം പറയാ ചെയ്യ അമ്മമാർക്ക് ആരെയാണ് ഇഷ്ടം? അവരവരുടെ മക്കളെല്ലാവരും ഒരേപോലെ തന്നെയല്ലേ, ഒരേ പോലെ 10 മാസം ഏറ്റി പ്രസവിച്ച് എന്താ വളർത്തുന്നതല്ലേ. എന്നടുത്ത് പറയാനുള്ളത് പോലുള്ള വെക്കേഷൻ സമയങ്ങളില് ആൾക്കാർ ഫ്രീ ആവുന്ന സമയങ്ങളില് എന്തായിക്കോട്ടെ ഹോളിഡേയ്സിലും അങ്ങനെയുള്ള സമയത്ത് ഈ ഞായറാഴ്ചക്ക് പോയി ചിലപ്പോൾ കൂടും. ഓണം, പെരുന്നാള്, ക്രിസ്മസ് അങ്ങനെയുള്ള സമയങ്ങളുണ്ടല്ലോ, തമിഴ്നാട്ടിൽ ലീവുള്ള സമയങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ സമയത്തൊക്കെ നല്ല പൈസ വാങ്ങും. അത് അന്ന് എല്ലാ ബോട്ടും എല്ലാവർക്കും ഓട്ടുണ്ടാവും, അപ്പോൾ എല്ലാവർക്കും റേറ്റ് കൂട്ടി വാങ്ങാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ പോയ സമയത്ത് എത്ര അവിടെ തന്നെ നിർത്തിയിട്ടുണ്ടല്ലേ, ഒന്നും ഇല്ലാണ്ട് നിർത്തിയിട്ട് ഇപ്പോൾ നമ്മൾ 2000 രൂപയ്ക്കാണ്. ഏട്ടാ അങ്ങനെ ആകുമ്പോ ഇത്രയും ബോട്ടുകൾ ഇങ്ങനെ ഇത് കൂടെ പോകുമ്പോ തട്ടില്ലേ ഇവര്? തട്ടും മുട്ടൊന്നുമില്ല, കായലൊക്കെ എത്ര വലുതാണ്. അതല്ല അല്ലേ, നമ്മള് ഒരു സൈഡിൽ പോയ സമയത്തില്ലേ കടല് ഇളകണ പോലെ അങ്ങനെ ഇളകി ഇളകി ആ സ്പീഡ് ബോട്ട് പോയിട്ടല്ലേ, അപ്പൊ അതുപോലെ ഉണ്ടാവും വെള്ളം. കാറ്റുള്ള സമയത്ത് വണ്ടി ഓടിക്കാൻ ബുദ്ധിമുട്ടാണ് പറഞ്ഞില്ലേ. കൊറേ പേര് എന്താ വെച്ചെങ്കിൽ നമുക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയി, കാരണം നമ്മൾ ആദ്യമായിട്ട് തോണിയിലും ബോട്ടിലൊക്കെ ആദ്യമായിട്ട് കയറുന്നത്. അപ്പൊ അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയി, നല്ല രസമായിരുന്നു എന്തായാലും. എന്താ വെച്ചാൽ ഇത് സ്വപ്നത്തിൽ വിചാരിക്കാത്തൊരു കാര്യമാണ്. ഇവിടുന്ന് പോകുമ്പോഴോട് വിചാരിച്ചിട്ടുണ്ടോ ആലപ്പുഴ പോവും, അല്ലെങ്കിൽ ആലപ്പുഴ പോകുന്നുള്ള അറിയാം, അല്ല ഞാൻ ആദ്യം പറഞ്ഞിരുന്നു കേട്ടോ, പോക്ക് ബീച്ച് മാത്രം പോകുന്ന വിചാരിച്ചിട്ടുണ്ടോ, ബോട്ടിങ്ങിന് പോകുന്ന വിചാരിച്ചിട്ടുണ്ടോ? ബീച്ച് അവിടെ മലമ്പുഴ ബോട്ട് വരെ ബോട്ടിൽ കയറിയിട്ടുണ്ട്. ആലപ്പുഴ അമ്പലത്തിൽ പോയിട്ട് പിന്നെ ബീച്ചിൽ പോയിട്ട് അതല്ല രസം. അമ്മൂട്ടിക്ക് കടൽ കാണണോ എന്ന് ഭയങ്കര ഇത് കേട്ടോ. അപ്പൊ ഞങ്ങള് എന്താ ബോട്ടിങ്ങിന് പോയിട്ട് വരുമ്പോ പിന്നെയും സമയം വൈകില്ലേ, അപ്പൊ വേണ്ടാന്ന് പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു ഇവിടെയും വരെ വന്നിട്ട് ഒന്ന് കുറച്ചു നേരം കടല്, പക്ഷെ ആ കടലില് കുട്ടികൾ ഇറങ്ങുമ്പോ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു കേട്ടോ. അത് ശരിയാണ്, അതിങ്ങനെ ഉരുസിട്ടാണല്ലേ മുട്ടി, മറ്റേതൊക്കെ അങ്ങനെ അല്ല ചെരിഞ്ഞിട്ടില്ല മുട്ടി, വെള്ളം പോണത് അങ്ങനെയല്ലേ കുഴി പോലെ. അപ്പൊ എന്താ തെര വന്നിട്ട് ഇങ്ങനെ ഇതാക്കുമ്പോ കുട്ടികൾ ഇതാക്കുമ്പോ അവിടെ ഉള്ള 2 ഏട്ടന്മാര് പറഞ്ഞു നിങ്ങളെന്താ കുട്ടികളങ്ങനെ എന്താ പിടിക്കാതെ നിൽക്കണ, കുട്ടികളെ പിടിക്ക് കണ്ടോ അവിടെ കാണിച്ചു. അത് ശരിയാണ്, കാണിക്കുമ്പല്ലേ നമ്മളിങ്ങനെ ഉരുസി പോലേ അതുപോലെ ആയിരിക്കണം. കുട്ടികളിങ്ങനെ വെള്ളം തട്ടിയിട്ട് ഉരുസി പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പിന്നെ എന്താ നമുക്ക് ഈ കടലിനെ പറ്റിയിട്ടൊന്നും അറിയില്ലല്ലോ. അപ്പൊ ആ ഏട്ടൻ വന്നിട്ടൊന്ന് കുട്ടികളെ പിടിച്ചോളും എനിക്ക് അപ്പൊ പിന്നെ പേടിയായിട്ടോ. എന്നിട്ട് അനിയല്ലേ കുട്ടികളെ കടലിൽ കളിക്കാൻ വേണ്ടി ബോളൊക്കെ വാങ്ങി വന്നപ്പോഴേക്കും ഞങ്ങള് വണ്ടിയിൽ പോയിരുന്നപ്പോഴേക്കുണ്ട് ബോളൊക്കെ വാങ്ങിട്ട് വന്നു, വെള്ളത്തിൽ കുറച്ചു നേരം കളിച്ചോട്ടെ പറഞ്ഞിട്ട്. പിന്നെ ഞങ്ങള് എന്താ അവിടെ നിന്ന് ഇറങ്ങി ഭക്ഷണമൊക്കെ കഴിച്ച് ഇവിടെ എത്തിയപ്പോഴേക്കും 2:30 കഴിഞ്ഞു, 2:45 ആവാറായി കേട്ടോ. 2:45 3 മണി കഴിഞ്ഞില്ലേ? 2:45 എത്തിയില്ലേ? പക്ഷെ പിന്നെ അതും വേണ്ടി പറയാ നമ്മുടെ വണ്ടിക്കാരനാണ് പറഞ്ഞാലും നല്ലൊരു ഡ്രൈവറെ കിട്ടിട്ടോ. ശബരിമലയ്ക്ക് പോയ ആ ഡ്രൈവറെ പോലെ തന്നെ കറക്റ്റ് സമയം പറഞ്ഞു അതേ സമയത്ത്. അത് മാത്രല്ല കേട്ടോ, നമുക്ക് ഒരു മുഷിപ്പും ഇല്ലാണ്ട്, കാരണം നമ്മള് കുട്ടികളെ കുട്ടികളെ ഇങ്ങോട്ട് പോകുമ്പോ അറിയാലോ, കുട്ടികൾക്ക് ചിലപ്പോൾ ടോയ്ലറ്റിൽ പോകേണ്ടി വരും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പോകേണ്ടി വരും, നിർത്തേണ്ടി വരും. അങ്ങനെ നിർത്തി അവരുടെയൊക്കെ കാര്യങ്ങളിലേ ചില ആൾക്കാർക്ക് ദേഷ്യം വരും. അത് ഇന്ന് രാവിലെ ഗുരുവായൂർക്ക് ഓട്ടം ഉള്ള ആളാണ് കേട്ടോ, എന്നാലും വന്ന് നമ്മുടെ കൂടെ നമുക്കത് ബോട്ടിൽ കയറിയിട്ട് അവർക്ക് അതിനെപ്പറ്റി അറിയാം, അവരാണ് കേട്ടോ. 1 മണിക്കൂർ ബോട്ടിങ് മതി എന്ന് പറഞ്ഞപ്പോൾ 1 മണിക്കൂർ ബോട്ട് ഒന്നും ആവില്ല. 1 മണിക്കൂർ കായലിലേക്ക് എത്തുമ്പോഴേക്ക് തന്നെ 1 മണിക്കൂർ ആവും. അല്ല, അരമണിക്കൂർ ഭൂമിനെ അവിടെ നിന്ന് തിരിച്ചു വരുമ്പോഴേക്ക് 1 മണിക്കൂർ പോകും. 2 മണിക്കൂർ എടുക്കാന്ന് പറഞ്ഞിട്ട് അവന്റെ നിർബന്ധത്തിന്. അത് മാത്രല്ല പൈസ എന്ന് വെച്ചാലും പറഞ്ഞ് അവര് എപ്പോഴും പൂവും കൊണ്ട് പറഞ്ഞിതാക്കി തന്നിട്ട്
എന്താ എല്ലാവരും അനിയത്തി എല്ലാവരും പറഞ്ഞു നമുക്ക് ഹൗസ് ബോട്ടിൽ വരണം ഒരു ദിവസം എന്ന് പറഞ്ഞപ്പോൾ അതിനെന്താ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരുന്ന നമ്പർ ആരുടെങ്കിലും വേണമെങ്കിൽ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു കേട്ടോ. 11 മണി മുതൽ 5 മണി വരെ ഒരു ദിവസത്തിൽ അങ്ങനെ ഉണ്ട് ഇത്രേ. പിന്നെ എന്താ 11 മണി മുതൽ പിറ്റത്തെ ദിവസം 11 മണി വരെ അങ്ങനെ ഉള്ളതും ഉണ്ട് ഇത്രേ. 9 മണി വരെ അല്ലേ, അങ്ങനെയുണ്ട് ഇത്രേ. ശരിക്കും ഇന്റീരിയർ ഒക്കെ ചെയ്തിട്ടില്ലേ നമ്മള് 24 മണിക്കൂർ 24. പൈസ അതല്ല ഏട്ടാ, ഇന്റീരിയർ വർക്കൊക്കെ ചെയ്തിട്ടില്ലേ, കാണാൻ എന്ത് വീട് പോലെ ഉണ്ട് കാണാനില്ലേ. നല്ല പൈസ അതിൽ 5 AC 5 ഒന്നില് 5 AC കണ്ടിട്ട് ഞാൻ ഇതൊക്കെ ഈ AC ഉണ്ടാവും. 5 റൂം ഉണ്ടാവും. അതിന് മുകളിലും താഴെയാണേ. നമ്മുടെ 2 നില വീട് കണ്ടിട്ടില്ലേ അതുപോലെ മുകളിലും താഴെയൊക്കെ ഇട്ട്. ശരിക്കും പറഞ്ഞാൽ ചില ആൾക്കാർ പറയും പ്രസ് ഇത് കാണാത്ത കൊണ്ടാണ് എന്ന് പറയട്ടോ. പക്ഷെ ശരിക്കും നമ്മള് ബോട്ടേ കണ്ടിട്ടില്ലല്ലോ അതിന്. നമ്മളിപ്പോ ബോട്ട് എടുത്ത് ബോട്ട് കടപ്പുറത്തോടെ പിന്നെ പോകുമ്പോ കാണുന്നില്ല. അമ്മേനെ കൊണ്ടുവന്നോടായിരുന്നില്ലേ ചോദിച്ചത്. എൻ്റെ അമ്മേനെ കൊണ്ടുവരാഞ്ഞത് എന്താണെന്നറിയോ, നമ്മള് അവിടെ ഏട്ടന് പനിയൊക്കെയാണ് കേട്ടോ, അത് കാരണമാണ് കൊണ്ടുവരാഞ്ഞത്. കാരണം അമ്മ കണ്ടു കഴിഞ്ഞു വെച്ചാലും അമ്മയ്ക്കും ഭയങ്കര സന്തോഷമാകുന്നേ. എൻ്റെ അമ്മ ഇല്ല, എന്താ താഴത്തെ അനിയൻ്റെ അമ്മേനൊന്നും വിളിച്ചിട്ടില്ല കേട്ടോ. എൻ്റെ താഴത്തെ കുട്ടിയുടെ അമ്മമ്മേനെ വിളിച്ചിട്ടില്ല. അമ്മമ്മ വിളിച്ചിട്ടില്ല എന്നല്ല, വന്നിട്ടില്ല. ഹെൽത്ത് ഇഷ്യൂ ആണ്, അതുകൊണ്ട് വരാതെ അമ്മയ്ക്ക്. പിന്നെന്താ കുറച്ച് ദൂരം നമുക്ക് ഈ പറയുമ്പോൾ നിസ്സാരമൊന്നുമില്ല. ഇവിടുന്ന് 5.5 മണിക്കൂർ 5 മണിക്കൂർ 5.5 മണിക്കൂറിനുള്ളിൽ നമ്മൾ അവിടേക്ക് എത്തി. അവിടെ നിങ്ങളുടെ സമയത്തിന് ഒരേ ഇരിപ്പല്ലേ വണ്ടിയിൽ, അങ്ങനെ ഇരിക്കും. അത്രയും നേരം കയ്യും കാലം അനങ്ങാണ്ടിരിക്കും. ഇവർക്കൊക്കെ ഓരോ അസ്വസ്ഥത. അയ്യോ എന്താ അനിയത്തിയുടെ അമ്മേനെ വിളിച്ചിട്ടില്ല എന്നല്ല കേട്ടോ, അനിയത്തിയുടെ അമ്മയ്ക്ക് വയ്യാത്തം കൊണ്ട്. അയ്യോ ഞാൻ എൻ്റെ അമ്മയുടെ കാര്യം പറഞ്ഞപ്പോൾ അതിൻ്റെ ഇടയിൽ പറഞ്ഞു പോയതാണ്. നാളെ കാണാം.